മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം. ജനമേജയ രാജാവിൻ്റെ യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഉഗ്രശ്രവസിൻ്റെ മഹാഭാരത കഥാവിവരണം തുടരുകയാണ്. അടുത്തതായി ചില പരീക്ഷണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്താണെന്ന് നോക്കാം. തക്ഷശില എന്ന രാജ്യത്ത് ആയോധധൗമ്യൻ എന്നു പേരുള്ള ഒരു മഹർഷി താമസിച്ചിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അക്കാലത്ത്. മഹർഷിക്ക് 3 പുത്രന്മാരായിരുന്നു. അവരുടെ പേരുകൾ ആരുണി, ഉപമന്യു, വേദൻ എന്നിങ്ങനെ ആയിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മക്കൾക്ക് അദ്ദേഹം ഓരോ പരീക്ഷണങ്ങൾ നൽകി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. തൻ്റെ 1ാമത്തെ പുത്രനോട് ആയോധ്യധൗമ്യൻ എന്ന മഹർഷി പിതാവ് പറഞ്ഞത് അവരുടെ രാജ്യത്തെ വരമ്പുകൾ, പാടവരമ്പുകൾ കോരുക എന്ന പണിയാണ്. അതായത് വെള്ളം കവിഞ്ഞു പോകാതിരിക്കാൻ കെട്ടുക. അങ്ങനെ അവൻ അവിടെ പണിയെടുക്കുകയും എത്ര ശ്രമിച്ചിട്ടും വരമ്പ് കോരാൻ, വെള്ളത്തെ തടയാൻ അവന് കഴിയുന്നില്ല. അവൻ എന്തു ചെയ്തു? അവൻ തന്നെ ഒരു വരമ്പായി കിടന്നുകൊടുത്തു. ഇത് കണ്ട് സന്തോഷിച്ച മഹർഷി ഈ പരീക്ഷയിൽ തൻ്റെ പുത്രൻ വിജയിച്ചതായി പ്രഖ്യാപിച്ചു. വരമ്പിൽ നിന്നും എണീറ്റവനായതുകൊണ്ട് അവനെ ഉദ്ദാലകൻ എന്ന പേരിട്ട് വിളിക്കുകയും ചെയ്തു. ഉദ്ദാലകന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിച്ച ഗുരു വേദങ്ങളും ധർമ്മസംഹിതയും നിനക്ക് എക്കാലവും ഓർമ്മയിലിരിക്കട്ടെ, മറക്കാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. 2ാമത്തെ മകനാണ് ഉപമന്യു. ഉപമന്യുവിനെ പരീക്ഷിച്ചത് പശുക്കളെയൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടായിരുന്നു. പശുക്കളെ നോക്കാൻ വേണ്ടി ഇവൻ ദിവസങ്ങളോളം പശുക്കളുടെ പിന്നാലെ നടന്നു. വിശക്കുമ്പോൾ പശുവിൻ്റെ പാൽ കറന്നു കുടിക്കും. ഇത് ഗുരു കണ്ടു. ഗുരു പറഞ്ഞു, ഗുരുവിന് നൽകാതെ, ഗുരുപത്നിക്ക് നൽകാതെ നീ എങ്ങനെ ഒറ്റയ്ക്ക് ഈ പാലെല്ലാം കുടിക്കും? ആ പാല് പശുക്കുട്ടികൾക്കുള്ളതാണ്. ഗുരുദക്ഷിണയായി എനിക്ക് കുറച്ച് പാല് തന്നിട്ട് വേണ്ടേ നീ ആ കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പോഴും നീ അത് കുടിക്കാൻ പാടില്ല. ഗുരുവിൻ്റെ പരീക്ഷണങ്ങളല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഗുരുവിനെ ദൈവതുല്യനായിട്ടല്ലേ അന്ന് കാലത്ത് ജനങ്ങൾ കരുതിയിരുന്നത്. നമ്മുടെ ഉപമന്യു അത് അനുസരിച്ചു. അവൻ അന്നു മുതൽ പട്ടിണി കിടക്കാൻ തുടങ്ങി. അങ്ങനെ അവന് വിശന്ന് അവൻ എരിക്കിൻ്റെ ഇലകൾ തിന്നു. എരിക്കിൻ്റെ ഇലകൾ തിന്നപ്പോൾ അവന് കണ്ണ് കാണാതെയായി. കണ്ണ് കാണാത്ത ഉപമന്യു പോയി പൊട്ടക്കിണറ്റിൽ വീണു. ഗുരു ഇതെല്ലാം കണ്ടു. ഗുരുവിന് സന്തോഷമായി. തൻ്റെ പരീക്ഷണങ്ങളെയെല്ലാം ഉപമന്യു അതിജീവിച്ചിരിക്കുന്നു. സന്തോഷം തോന്നി. മെല്ലെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീ പൊട്ടക്കിണറ്റിൽ വീണു അല്ലേ? നിനക്ക് കണ്ണ് കാണാതായല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, സാരമില്ല, എൻ്റെ ഗുരുവിന് വേണ്ടിയല്ലേ. ഗുരു പറഞ്ഞ പരീക്ഷണങ്ങളിൽ ജയിക്കുമ്പോഴല്ലേ ശിഷ്യന്മാർക്ക് സന്തോഷമുണ്ടാവുക. ഇത് കേട്ട് ഗുരുവിന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, അശ്വിനി ദേവകളെ പ്രാർത്ഥിക്കൂ, അവർ വരും. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉപമന്യു അശ്വിനി ദേവകളെ പ്രാർത്ഥിക്കുകയും അവർ പ്രത്യക്ഷപ്പെടുകയും ഉപമന്യുവിന് അട നൽകുകയും ചെയ്തു. ആ അട തിന്നതും ഉപമന്യുവിൻ്റെ പല്ലുകളെല്ലാം സ്വർണ്ണ നിറമാവുകയും ഉപമന്യുവിന് കണ്ണു കാണുകയും ചെയ്തു. അതിൽ ഇഷ്ടപ്പെട്ട ഗുരു ഉപമന്യുവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി മറഞ്ഞു. 3ാമത്തെ പുത്രനായ വേദനെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യിപ്പിച്ചാണ് പരീക്ഷിച്ചത്. എല്ലാ പണികളും ഇഷ്ടത്തോടെ ചെയ്ത വേദനെ ഈ ഒരു പരീക്ഷണത്തിൽ വിജയിച്ചതിന് അച്ഛന് സന്തോഷമാവുകയും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു വേദൻ എന്ന മകന് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം ശിഷ്യന്മാരെ ഒന്നും വെറുപ്പിക്കാതെ ആ ആശ്രമം കൊണ്ടു നടക്കുകയും ചെയ്തു. വേദന്റെ ശിഷ്യനായ ഉത്തങ്കനോട് ഗുരുപത്നി ഒരു കാര്യം ആവശ്യപ്പെട്ടു. കവചകുണ്ടലങ്ങൾ, അതും മറ്റൊരു രാജ്യത്തെ രാജപത്നിയുടെ. ഗുരുപത്നി ആ കവചകുണ്ടലങ്ങൾ അണിഞ്ഞുകൊണ്ട് ബ്രാഹ്മണർക്ക് സദ്യ വിളമ്പണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇത് കേട്ട ഉത്തങ്കൻ കവചകുണ്ടലങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു. കവചകുണ്ടലങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി പല പരീക്ഷണങ്ങളും ഉത്തങ്കൻ അനുഭവിച്ചു. പോണ വഴിയിൽ വലിയൊരു ദീർഘകായനായ മനുഷ്യൻ കാളപ്പുറത്ത് സഞ്ചരിച്ചു വരുന്നു.
ഉത്തങ്കനെ കൊണ്ട് ചാണകവും മൂത്രവും കുടിപ്പിച്ചു. കാളയുടെ ചാണകവും മൂത്രവും കുടിച്ച ഉത്തങ്കനെ ആ ദീർഘകായൻ അനുഗ്രഹിക്കുകയും വീണ്ടും കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അവിടെ പോയി രാജാവിനോട് പറഞ്ഞു, പൗഷ്യരാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ പത്നിയുടെ കവചകുണ്ടലങ്ങൾ എൻ്റെ ഗുരുപത്നിക്ക് വേണം, അതുകൊണ്ട് അങ്ങത് തരണം. ശരി, നീ ദേഹശുദ്ധി വരുത്തി വരൂ, നിനക്കത് തരാം. അങ്ങനെ ആ കവചകുണ്ടലങ്ങളുമായി ഉത്തങ്കൻ തിരിച്ചു വരികയാണ്. കവചകുണ്ടലങ്ങൾ നൽകുമ്പോൾ പൗഷ്യരാജാവ് ഇങ്ങനെ പറഞ്ഞു, ഈ കവചകുണ്ടലങ്ങൾക്ക് ഒരാവശ്യക്കാരനുണ്ട്, തക്ഷകൻ എന്ന രാജാവ്. അതുകൊണ്ട് തക്ഷകൻ ഇത് മോഷ്ടിക്കും മുമ്പ് വേഗം കൊണ്ടുപോയി ഗുരുപത്നിക്ക് കൊടുത്തോളൂ. അങ്ങനെ ഉത്തങ്കൻ ഈ കവചകുണ്ടലങ്ങളുമായി പോവുകയും വഴിയിൽ കുളിക്കാനിറങ്ങുകയും കുളത്തിന് മുകളിൽ കവചകുണ്ടലങ്ങൾ കുറച്ചു നേരം സൂക്ഷിക്കുകയും ചെയ്തു. ആ തക്കത്തിന് തക്ഷകൻ വന്നത് മോഷ്ടിച്ചു. വജ്രായുധവുമായി ഉത്തങ്കൻ ആക്രമിക്കാൻ പുറപ്പെട്ടു തക്ഷകനെതിരെ. പേടിച്ച തക്ഷകൻ ആ കവചകുണ്ടലങ്ങൾ ഉത്തങ്കന് തന്നെ നൽകി. കവചകുണ്ടലങ്ങളുമായി ഗുരുപത്നിക്ക് അടുത്തെത്തുകയും ഗുരുപത്നിക്ക് അത് കൊടുക്കുകയും ചെയ്തു. വേദനും പത്നിക്കും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് വേദനോട് ഉത്തങ്കം പറഞ്ഞു, ഉടനെ തന്നെ ഒരു സർപ്പയജ്ഞം നടത്തണം, ഒരു യാഗം നടത്തണം. ഇനി അടുത്ത ഭാഗത്ത് സർപ്പങ്ങളുടെ ഉത്പത്തിയുമായി മഹാഭാരത കഥ തുടരുകയാണ്. കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.